നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവി വിലയിരുത്താൻ CPM നേതൃയോഗം വിളിച്ചിരിക്കുകയാണ്. തുടർച്ചയായ രണ്ടാം തവണയും കേരളത്തിൽ ഒരു സീറ്റ് മാത്രം നേടിയ പശ്ചാത്തലത്തിൽ വിശദമായ ചർച്ചകൾക്കായി 5 ദിവസത്തെ നേതൃയോഗമാണ് നടക്കുന്നത്. ജൂൺ 16, 17 തീയതികളായി സംസ്ഥാന സെക്രട്ടേറിയറ്റ്, 18, 19, 20 തീയതികളിലായി സംസ്ഥാന സമിതി യോഗം എന്നിവയാണ് നടക്കുക. ഇതിനു മുന്നോടിയായി വെള്ളിയാഴ്ച ചേരുന്ന സെക്രട്ടേറിയറ്റിൽ തിരഞ്ഞെടുപ്പ് ഫലം സംബന്ധിച്ച പ്രാഥമിക വിലയിരുത്തലും നടക്കും. ഈ യോഗത്തിൽ ആർക്കെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവെച്ച് പുറത്തു പോകണമെന്ന് പറയാൻ ധൈര്യമുണ്ടോ? പിണറായിയുടെ വായിൽ കരിമണൽ തിരികെ ചൂലുകൊണ്ട് അടിച്ചിറക്കാൻ എത്ര പേർക്ക് ധൈര്യം കാണും? അങ്ങനെ നട്ടെല്ലുള്ളവർ ഉണ്ടെങ്കിൽ മാത്രം നിയമസഭാ തിരഞ്ഞെടുപ്പിൽ സാധ്യതയുണ്ടെന്ന് പറയാൻ പൊതുജനത്തിന്, രാഷ്ട്രീയ നിരീക്ഷകർക്കും സാധിക്കൂ. കരിമണലിൽ മുങ്ങിയ പിണറായി കുടുംബത്തെ പാർട്ടിയിൽ നിന്ന് മാറ്റണം. മാത്രമല്ല, മക്കളെ കൂടെ കൂട്ടി അഴിമതിയിലൂടെ സമ്പാദിച്ചിരിക്കുന്ന കോടികൾ. എത്ര അഴിമതി ആരോപണങ്ങളാണ് ഒരു മുഖ്യമന്ത്രിക്കെതിരെ ഉയരുന്നത്? ഇക്കഴിഞ്ഞ കാലയളവിൽ മന്ത്രിമാരുടെ ധൂർത്തടിയല്ലാതെ മറ്റെന്തെങ്കിലും നടന്നോ? ഭരണപരമായ പൊതുജനങ്ങൾക്കുതകുന്ന എന്തെങ്കിലും ഒരു കാര്യം നടന്നിട്ടുണ്ടോ? അത് മന്ത്രിമാർക്കും ഉദ്യോഗസ്ഥർക്കും ഇല്ല എന്ന് നന്നായിട്ടറിയാം. എന്തിനധികം ക്ഷേമ പെൻഷൻ വരെ മുടക്കിയ പിണറായി മന്ത്രിമാർക്ക് പല്ലു ഡോക്ടറെ കാണാൻ വരെ പണം അനുവദിച്ച അവസ്ഥ. എന്നിട്ടും യാതൊരു ഉളുപ്പുമില്ലാതെ പൊതുജനത്തിലേക്ക് അടുത്ത ക്യാപ്സൂൾ ഇറക്കാൻ വരികയാണ്. എന്തായാലും ജില്ലകളിൽ നിന്നും മണ്ഡലങ്ങളിൽ നിന്നുമുള്ള വോട്ട് കണക്കുകളും റിപ്പോർട്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ വിലയിരുത്തും. അതിനനുസരിച്ച് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും. ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് വിശദമായി ചർച്ച ചെയ്യും. സർക്കാർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുമെന്നും സ്ഥാനാർത്ഥി നിർണയം, പ്രചരണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞത്. ഗോവിന്ദൻ തന്റെ കസേര തെറിക്കാതിരിക്കാനുള്ള പണിയാണ് ഒപ്പിച്ചത്. അതുകൊണ്ടാണ് അങ്ങനെയൊരു തീരുമാനം എടുത്തത്. ഈ പറയുന്നതിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നടപടിയാകുന്നതുണ്ടോ? ഒന്നുമില്ല. അവർ നേതൃയോഗം കൂടുന്നു, പുട്ടടിക്കുന്നു, പിരിയുന്നു. അതിനപ്പുറം അവിടെ മറ്റൊന്നും നടക്കാൻ പോകുന്നില്ല. അത് ഗോവിന്ദനും നന്നായിട്ടറിയാം. കാരണം പിണറായി പറഞ്ഞാൽ പറഞ്ഞത് ചെയ്യുന്ന ആളാണെന്ന് ഗോവിന്ദന് നന്നായിട്ടറിയാം. അതാണ് മുഖ്യമന്ത്രി കസേര മോഹം ഉള്ളിലുണ്ടെങ്കിലും അത് ഒതുക്കി വെച്ച മിണ്ടാതെ വാലാട്ടിയായി നടക്കുന്നത്. തന്റെ കസേര തെറിക്കാതെ എങ്ങനെ മുഖം മിനുക്കാമെന്നാണ് മുഖ്യനും പാർട്ടി സെക്രട്ടറിയും ഇപ്പോൾ ആലോചിക്കുന്നത്. പിണറായിക്കെതിരെ അമർഷം ഉള്ളിൽ പുകയുന്നുണ്ടെങ്കിലും അത് അടിച്ചമർത്തുന്നത് വരമ്പത്ത് ഒരു ഈച്ച പോലും അറിയാതെ പണി കിട്ടുമെന്ന് ഗോവിന്ദന് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ പോലും പിടിച്ചു നിൽക്കാനായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ. കണ്ണൂരിൽ K സുധാകരന്റെ തേരോട്ടമാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം. BJP എന്ന് ഉച്ചരിക്കാൻ ഭയക്കുന്ന കണ്ണൂരിലെ ചില ഇടതുകോട്ടകളിൽ ഉൾപ്പെടെ BJPക്ക് വോട്ട് ശതമാനം ഉയർത്താനായി എന്നതും CPM-നേറ്റ കനത്ത തിരിച്ചടിയാണ്. നേതൃയോഗം നടക്കുന്നത് തൈക്കിളവനായ, അഴിമതിക്കാരനായ, ധാർഷ്ട്യക്കാരനായ പിണറായിയെ എടുത്ത് കാട്ടിൽ കളയാനുള്ളതായിരിക്കണം. അല്ലാതെ തന്റെ സ്വന്തം തലയും ഫിഗറും നിലനിർത്തി മറ്റുള്ളവരെ ഒഴിവാക്കാനാകരുത്. കണക്കിന് പിണറായി കോശാന പാടുന്ന പേടിത്തൊണ്ടനായ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയും ആ സ്ഥാനത്ത് നിന്ന് എടുത്തു മാറ്റാൻ ആർജവമുള്ളവർ വരണം, പാർട്ടിയിൽ ഉണ്ടാകണം. അല്ലെങ്കിൽ മരണാസന്നനായ പാർട്ടി നിയമസഭാ തിരഞ്ഞെടുപ്പോടെ അന്ത്യശ്വാസം വലിക്കും. പക്ഷേ ആ പാർട്ടിയിൽ അതിന് ചങ്കുറപ്പുള്ള ആരുണ്ട് എന്നതും മറ്റൊരു ചോദ്യമാണ്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു സീറ്റ് പോലും അധികം നേടാനാകാത്തത് കനത്ത തിരിച്ചടിയാണ് CPM-ന് ഉണ്ടാക്കിയത്. പക്ഷെ ആരും മിണ്ടില്ല. LDF 10ഓളം സീറ്റുകളിൽ തോറ്റത് 1 ലക്ഷത്തിലേറെ വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് എന്നതും കനത്ത തിരിച്ചടി. ശക്തി കേന്ദ്രമായ വടകരയിൽ മുൻ മന്ത്രി കൂടിയായ KK ശൈലജയുടെ കനത്ത തോൽവിയും പാർട്ടിക്കുണ്ടാക്കിയത് വലിയ തിരിച്ചടി. ഇതിനെല്ലാം പുറമെ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്നതും വലിയ ആഘാതമായി. ആകെയുണ്ടായിരുന്ന ആലപ്പുഴ സീറ്റിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി KC വേണുഗോപാൽ നിഷ്പ്രയാസം ജയിച്ചതും CPM-ന് തിരിച്ചടിയാണ്. മാത്രമല്ല, അവിടെ വോട്ട് വിഹിതം BJP-യുടെ ശോഭാ സുരേന്ദ്രൻ ഉയർത്തുകയും ചെയ്തു. കണ്ണൂരിലെ K സുധാകരന്റെ വിജയം, ആറ്റിങ്ങലിലെ V ജോയിയുടെ തോൽവി, എറണാകുളത്ത് ഹൈബി ഈഡനും ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസും വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതും ഉൾപ്പെടെ തലവേദനകൾ ഏറെയാണ് CPM-ന്. ഇതോടൊപ്പം സംസ്ഥാന ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിയോ എന്നതും പരിശോധിക്കുമത്രേ. പരിശോധിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് ആളിക്കത്തി എന്നത് തന്നെയാണ് ഈ റിസൾട്ട് സൂചിപ്പിക്കുന്നതും. പാർട്ടിയുടെ മുഖമായി മാറിയ പിണറായിയുടെ ദാസിയല്ലാതിരുന്ന ശൈലജയെയും ജനങ്ങൾക്ക് എതിരാക്കിയതിന് പിണറായിക്ക് പങ്കുണ്ട്. അതിന്റെ എല്ലാം ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പിണറായി രാജിവെക്കണമെന്ന് KK ശൈലജ നട്ടെല്ല് നിവർത്തി പറഞ്ഞാലും മതി. നന്ദി. അസാധ്യമെന്ന് കരുതുന്നത് ഇനി സാധ്യമാകും. ഹാട്രിയിലൂടെ ഹാട്രി ഹെയർ ട്രാൻസ്പ്ലാന്റ് ആൻഡ് PRP ക്ലിനിക്.